നമ്മുടെ ടിവികളുടെ വാറണ്ടി എന്ന് പറയുമ്പോൾ കണ്ടീഷൻ അല്ല, അതിന് 4 വർഷത്തിനുള്ള എന്ത് വന്നു കഴിഞ്ഞാലും പാനലടക്കം എന്ത് നോർമൽ ഡാമേജ് വന്നു കഴിഞ്ഞാലും നമുക്കത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. 43 ഇഞ്ച് ഗൂഗിൾ ടി വി ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 21,999 ആണ്. അത് 4 ഇയർ വാറണ്ടിയിൽ. 4 ഇയർ വാറണ്ടിയിലുള്ള ടിവികൾക്കൊക്കെ നമുക്ക് എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. അപ്പോൾ ടിവിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഒരു 3000 രൂപ വരെ പഴയ ടിവി കൊണ്ടുവന്ന് അവരുടെ കണ്ടീഷൻ 3000 രൂപ നമുക്ക് ക്യാഷ് ഓഫർ കൊടുക്കാൻ പറ്റും അല്ലേ? ഇപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഈ കഴിഞ്ഞ 22-ാം തീയതി മുതൽ ടിവികളുടെ എല്ലാം, അതായത് 43 ഇഞ്ച് മുതലുള്ള ടിവികൾക്കൊക്കെ ടാക്സ് നന്നായിട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. 28% എന്നുള്ളത് നമുക്ക് 18% വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മളത് കൂടാണ്ട് നമ്മൾ പുതിയൊരു മാറ്റവും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഈ ടിവികളെല്ലാം നമ്മൾ 2 വർഷം വാറണ്ടിയുള്ള ടിവികളെല്ലാം നമ്മൾ 4 വർഷത്തേക്ക് ആക്കിയാണ് ഇപ്പോൾ കസ്റ്റമർക്ക് കൊടുക്കുന്നല്ലേ? പുതിയൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നേക്കാണ്. ഓക്കെ, GSTയുടെ ഓഫർ ഒരു സൈഡിലുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ പറയുന്ന വാറണ്ടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ടിവികളിലെല്ലാം പാനലുകൾ ഹൈ ക്വാളിറ്റി പാനലുകളാണ്. 43 ഇഞ്ച് ആൻഡ്രോയിഡ് ടി വി, ഇത് 18,999 ആണ്. ഇതിന് 4 വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. പോപ്പുലർ ആയിട്ടുള്ള 2-3 ബ്രാൻഡ് കമ്പനികൾ യൂസ് ചെയ്യുന്ന പാനലുകളാണ് ഈ പറഞ്ഞ AUO, സീസോട്ട്, BOE, LG ഇങ്ങനെയുള്ള പാനലുകൾ. ഇപ്പൊ നമ്മുടെ ടിവിയിൽ വന്നിരിക്കുന്ന പാനൽ അതാണ്. ഇപ്പൊ ഞാൻ കാണിച്ച 4K ടിവിയുടെ പാനൽ വരുന്നത് BOE ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ 55 ഇഞ്ച് ടിവി, ഇതിനകത്ത് വരുന്ന LC550 QC എന്ന് പറഞ്ഞാൽ അത് LGയുടെ പാനലാണ്. അപ്പോൾ നമ്മുടെ ടിവികളെല്ലാം ബ്രാൻഡഡ് ക്വാളിറ്റി ആ കട്ടയ്ക്ക് നിൽക്കുന്ന ടിവികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരു 4 ഇയർ വാറണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. EMI ഓപ്ഷൻ നമുക്ക് ഓൾ കേരള EMI ഉണ്ട്, അവൈലബിൾ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, കൊറിയർ സംവിധാനം ഉണ്ട്. കേരളത്തിൽ എവിടെയായിരുന്നു കസ്റ്റമേഴ്സ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ വഴിയോ അല്ലെങ്കിൽ ഓൺ സൈറ്റ് കസ്റ്റമേഴ്സിന് കൊണ്ട് കൊടുക്കുകയോ ചെയ്യാൻ പറ്റും. നമുക്ക് നിലവിലെ ഉള്ളത് കോഴിക്കോടുണ്ട്, കോഴിക്കോട് നടക്കാവ്, തിരുവനന്തപുരത്തുണ്ട്, മുട്ടത്തറയിൽ. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ എറണാകുളത്ത് നെടുമ്പാശ്ശേരിക്കടുത്ത് കാരക്കാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മെയിൻ ഗോഡൌണും ഷോറൂം ഒക്കെ ഉള്ളത്. ശ്രീനാഥ്, ഇപ്പൊ തന്നെ വാറണ്ടി കഴിഞ്ഞിട്ട് ഒരു ടി വി ഒക്കെ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്യാൻ വലിയ എമൗണ്ട് ആണ് ഓരോ കമ്പനികൾ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്കിപ്പോൾ നമ്മുടെ ടിവികള് വാറണ്ടി കഴിഞ്ഞാലും നമുക്ക് വലിയ കോസ്റ്റിലാണ് തന്നെ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബ്രാൻഡുകൾ എന്നൊക്കെ പറയുമ്പോൾ അവർ ഗ്യാരണ്ടി കഴിഞ്ഞാൽ ടി വി സർവീസ് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല റേറ്റിലാണ് അവർ ചെയ്യുന്നത്. അതെ, ഒരു പാനലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആവുന്നുണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി തന്നെ. നമുക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ടിവിക്ക് പാനലുകളെല്ലാം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ ലേറ്റസ്റ്റ് മെഷീനറീസും ബോണ്ടിങ് മെഷീൻ അതുപോലുള്ള മെഷീനറീസ് ഉണ്ട്. ഒരു ടിവിയുടെ ടോട്ടൽ സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മോൺസ്റ്റർ അല്ല, വേറെ ഏത് ബ്രാൻഡ് ആയിരിക്കും നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും? കൃത്യമായ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 6 ടെക്നീഷ്യന്മാരെ നമുക്ക് ഇതിന് വേണ്ടി തന്നെ ഇരിക്കുന്നുണ്ട്. അത്ര ബ്രാൻഡുകൾ സർവീസ് ചെയ്യാൻ വേണ്ടി മാത്രം. മോൺസ്റ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പം കാണുന്നവരിൽ ഏത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ലെവലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ അടിപൊളി എക്സ്ചേഞ്ച് ഓഫർ നമുക്ക് പുതിയ ടിവി ആയാലും കൊടുക്കാം. മൊത്തത്തിൽ ഒരു മോശം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സൊല്യൂഷൻ ആണ്. ടിവിയുടെ കംപ്ലീറ്റ് സൊല്യൂഷൻ തന്നെയാണ് നമ്മുടെ ഈ സിസ്റ്റം.